നിക്ഷിപ്തം സഹഭൂഷണം കാണുന്നില്ല. പരിഭ്രമം കൊണ്ട് അവനെ സീതയെ അപഹരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പരിഭ്രമം ഉണ്ടാകും, എന്തെങ്കിലും സംഭവിക്കുമ്പോഴൊക്കെ. അതുകൊണ്ട് സീതാദേവി പ്രകാരം തന്റെ പട്ടുവസ്ത്രത്തിൽ ആഭരണങ്ങളും കെട്ടി താഴെ ഉപേക്ഷിക്കുന്നത് അവൻ കണ്ടില്ല, രാമൻ കണ്ടില്ല. പിന്നെ വിശാലാക്ഷി അവരെല്ലാം കരയുകയാണ്. വാണരന്മാരുള്ള ദേവി കരയുന്നത് കൊണ്ട് അവർക്കും ദുഃഖം വരികയാണ്. അവൻ പമ്പ അതിക്രമ്യ, പമ്പ കടന്നില്ലേ? നമുക്ക് പറയും ഒരു കാര്യം കൈവിട്ട് പോയാന്ന് പറയും, കാര്യം പമ്പ കടന്നോട്ട് പറയില്ലേ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇനി പിടിച്ചാൽ കിട്ടില്ല എന്നർത്ഥം. നമ്മളെ കൊണ്ട് സാധിക്കില്ല. അന്ന് മുതലാണ് മലയാളത്തിൽ പമ്പ കടന്നു കാര്യം എന്ന് പറയാൻ. സീതയെ അപഹരിച്ച് അവൻ പമ്പയിലൂടെ കടന്ന് സമുദ്രം കടക്കുകയാണ്, ലങ്കയിലേക്ക് പ്രവേശിക്കുകയാണ്. മൃത്യം രൂപിണി അവൻ കൊണ്ടുപോയത് ആരെ അറിയോ? മൃത്യുരൂപത്തിലുള്ള ഒരുവളെയാണ് കൊണ്ടുപോയത്, തന്റെ മരണത്തെയാണ് കൊണ്ടുപോയത്. സീതയെയല്ല അപഹരിച്ചു കൊണ്ടുപോയത്, മരണത്തിനെയാണ്. കാരണം ആ സീതയാണ് ഇവന്റെ മരണമാകാനുള്ള കാരണം. അത് നിമിത്തമാണ് സ്ത്രീ രൂപമെടുത്ത